ഹായ്, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ ഗൈഡൻസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എനർജിയുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റീഡിങ്ങിൽ വരാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഉടനെ വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്, അതായത് റീബർത്ത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്തായാലും ബ്രേക്ക് ആവാൻ പോകുകയാണ്. അപ്പോൾ അത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും ടോക്സിസിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, മേ ബി എൻഡിങ് ആയിരിക്കാം. അതല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോകുന്ന വല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിന്നും ആ പാറ്റേൺ ഇവിടെ ബ്രേക്ക് ആകാണ്. അതിപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആയാലും, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു സക്സസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കിട്ടുന്നില്ലെങ്കിൽ അതിനും ഒരു മാറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ കരിയർ വൈസ് ആണെങ്കിലും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജോബ് ഇതുവരെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് എന്താണോ അതിൽ മാറ്റം വരാൻ പോകുന്നുണ്ട്. മേ ബി ട്രാൻസ്ഫർ ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം. എന്തായാലും വരുന്നൊരു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് ഒരു കോപ്പറേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അറിവുകൾ നേടാനും അതുപോലെ നിങ്ങൾക്കുള്ള അറിവുകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓവറോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വരുന്നത് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ആണ് വരുന്നത്, സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ളൊരു ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സിറ്റുവേഷൻസുമായി റെസനേറ്റ് ചെയ്തുവെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.